കൊഹസീവ് ഡിവൈസ് സ്ഥിരമായിട്ട് കാണാറുണ്ടോ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് വരാറില്ല, പക്ഷെ ഇടയ്ക്കൊക്കെ ഒരു ഗസ്റ്റ് റോളിലൊക്കെ നമ്മളെ ഒന്ന് സർപ്രൈസ് ചെയ്യാറുള്ള ഒരു സാധനമാണ് കൊഹസീവ് ഡിവൈസ് ഇഫ് ക്ലോസുകൾ എന്നൊക്കെ പറയുന്നത്. ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞ എക്സാമുകളുടെ ഒക്കെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചു, ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഇത്തിരി കട്ടി കൂടിയ സാധനം വെച്ചിട്ട് നമുക്ക് തരാൻ സാധ്യതയുള്ള ഒന്നാണ് കൊഹസീവ് ഡിവൈസുകൾ. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലേറ്റർ പോർഷനിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഇഫ് ക്ലോസുകൾ എന്ന് പറയുന്നത്. സോ കൊഹസീവ് ഡിവൈസ് എന്ന് വെച്ചാൽ സിമ്പിളി ഞാൻ പറഞ്ഞുതരാം, ഒരു വലിയ സെന്റൻസിനെ നമ്മൾ കൂട്ടിച്ചേർക്കാൻ യൂസ് ചെയ്യുന്ന കൺജങ്ഷൻസ്, കണക്റ്റീവ്സ്, പ്രോനൗൺസ്, ഇതിനെ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് കൊഹസീവ് ഡിവൈസുകൾ എന്ന്. പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് ഞാൻ ഇതിൻ്റെ ഒരു 7 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ടാണ് റീസൺ വെച്ചുകൊണ്ട് നമ്മളൊരു വലിയ സെന്റൻസിനെ കണക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി വാസ് വെരി സ്ട്രോങ് സിൻസ് ഹി യൂസ് ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഹെൽത്ത് വെരി വെൽ എന്ന് പറയുന്നിടത്ത് പുള്ളിക്കാരൻ്റെ ഹെൽത്ത്, പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നു. അതിന്റെ കാരണം പുള്ളിക്കാരൻ്റെ ഹെൽത്ത് നല്ലവണ്ണം ടേക്ക് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു കാരണം വെച്ചിട്ടാണ് ഈ ഒരു സെന്റൻസിന് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് ബിക്കോസ് ഓഫ്, ഡ്യൂ ടു, സിൻസ്, ആസ് എന്നൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു സെന്റൻസിനെ കൂട്ടിച്ചേർക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്നൊരു കാര്യം നടന്നു, അതിന്റെ പരിണിത ഫലമായി അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കാരണം നമ്മുടെ പാർട്ട് ബി നടന്നു. ഷീ forgot her umbrella and therefore got wet in the rain. അല്ലെ, അവൾ കൊട മറന്നത് കാരണമാണ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് കൊണ്ടാണ് അവൾ മഴ നനഞ്ഞത്. അല്ലെ, അപ്പൊ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്കം കാണിക്കുകയാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 2 എന്ന് പറയുന്നത്. അതിനുവേണ്ടി സോ, ആസ് എ റിസൾട്ട്, ദെർഫോർ, ഇത്രയും കൊഹസീവ് ഡിവൈസ് യൂസ് ചെയ്യാം. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഐ വർക്ക്ഡ് ഹാർഡ് ഇൻ ഓർഡർ ടു ക്രാക്ക് ദി എക്സാം. ഇവിടെ ഇൻ ഓർഡർ ടു എന്ന് പറയുന്നത് അത് എന്തിനു വേണ്ടി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടി നമുക്ക് ഇൻ ഓർഡർ ടു, സോ ദാറ്റ് എന്നുള്ള കൊഹസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യാം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കൊഹസീവ് ഡിവൈസുകളാണ് കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ കോൺട്രാസ്റ്റ് കാണിക്കുന്നിടത്ത് നമ്മളൊരു ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറയും, അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമായിരിക്കും രണ്ടാമത് പറയാൻ വേണ്ടി പോകുന്നത്. ഹി ലവ്സ് പ്ലേയിങ് സോക്കർ. പുള്ളിക്കാരന് ഫുട്ബോൾ കളിക്കാൻ ഇഷ്ടമാണ്. ഹൗ എവർ ഹി ഡസൻ എൻജോയ് വാച്ചിങ് ഇറ്റ് ഓൺ TV. അത് TV-യിൽ കാണാൻ ഇഷ്ടമല്ല, കളിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ എന്നിരുന്നാലും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു വ്യത്യാസമാണ് നമ്മൾ കാണിക്കുന്നത്, ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈവൻ തോ യൂസ് ചെയ്യാം, ബട്ട് യൂസ് ചെയ്യാം, ഹൗ എവർ, യെറ്റ്, ഓൾത്തോ, സ്റ്റിൽ അല്ലെങ്കിൽ നെവർദലെസ് എന്നൊക്കെ പറയുന്ന ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇവിടെ നെവർദലെസ് കൂടെ ഞാൻ കൊടുക്കാം. ഓക്കെ, നെവർദലെസ് ഇതും കൂടെ കൊടുക്കാം. സോ ഇത്രയും കൊഹസീവ് ഡിവൈസുകൾ നമുക്ക് യൂസ് ചെയ്യാം കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. 5, കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോൺട്രഡിക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു A എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞു, അതിൽ നിന്ന് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയ കാര്യമായിരിക്കും B എന്ന് പറയുന്നത്. For example, she expected the movie to be boring. On the contrary, it was quite entertaining. ഈ on the contrary നമ്മൾ ഇവിടെ യൂസ് ചെയ്തത് എന്തിനാണെന്നറിയോ? അതിൽ നിന്ന് നേരെ വിപരീതമായ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അവൾ വിചാരിച്ചത് മൂവി ഭയങ്കര ബോറിംഗ് ആയിരിക്കുന്നു, പക്ഷെ അതിന് വിപരീതമായിട്ട് മൂവി കുറച്ച് എന്റർടൈനിങ് ആയിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കംപ്ലീറ്റ്ലി കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് കൊഹസീവ് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. ആറാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ലെറ്റ്സ് സേ ദ വെദർ വാസ് സണ്ണി എന്ന് പറയുന്നു, പുറത്ത് നല്ല വെയിലാണെന്ന് പറയുന്നു. മോർ ഓവർ ഇറ്റ് വാസ് പ്ലസന്റ്ലി വാം ഔട്ട്സൈഡ്. ഇവിടെ മോർ ഓവർ എന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മൾ ഓൾറെഡി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പുറത്ത് വെയിലാണെന്ന്, അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം കൊഹസീവ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, മോർ ഓവർ. ഈ മോർ ഓവർ പോലെ തന്നെ ആൻഡ് പറയാം, ഇൻ അഡീഷൻ ടു പറയാം, ഓൾസോ, ടു എന്നൊക്കെ പറയാം. അപ്പൊ ഇത്തരം ഓപ്ഷൻസ് നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഏകദേശം ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ എന്താണ് നമ്മൾ ആക്ച്വലി ആഡ് ചെയ്യണോ അതോ കോൺട്രാസ്റ്റ് കാണിക്കണോ, കോൺട്രഡിക്റ്റ് ചെയ്യണോ, ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ വേറെ 7ാമതായിട്ടും അവസാനത്തും നോക്കുന്നത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി കമ്പയർ ചെയ്യല്ല ചെയ്യുന്നത്, ഒന്നുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയണം. ഷീ എൻജോയ്സ് റീഡിങ്. ദ എക്സാമ്പിൾ നോക്കിക്കോ, ഷീ എൻജോയ്സ് റീഡിങ് സിമിലർലി ഹർ ബ്രദർ ലവ്സ് ബുക്സ് ആസ് വെൽ. ഇവിടെ നമ്മൾ അവക്ക് പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു, അതിന്റെ കൂട്ടത്തിൽ തന്നെ സിമിലർലി അതുപോലെ തന്നെ എന്നാണ് പറഞ്ഞത്. ആക്ച്വലി കമ്പയർ ചെയ്യില്ല, പക്ഷെ ഇവളെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ബ്രദറും പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള എക്സാമ്പിളുകൾ നോക്കുക എന്നുള്ളതാണ് കൊഹസീവ് ഡിവൈസുകൾ നോക്കുന്നത്. അതെന്തായിരിക്കും അവിടെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കൽ എന്നുള്ളത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദ ബോക്സ്. നമുക്ക് തന്നിരിക്കുന്നത് ഇൻ സ്പൈറ്റ് ഓഫ്, ഇൻ പ്ലേസ് ഓഫ്, ബട്ട്, കോൺട്രി ടു എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഈ ഇൻ സ്പൈറ്റ് ഓഫ് എന്ന് വെച്ചാലല്ലേ, ഇൻ സ്പൈറ്റ് എന്ന് വെച്ചാൽ എന്നിരുന്നാലും എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഇൻ പ്ലേസ് ഓഫ് എന്ന് പറയുന്നത് ഒന്നിന്റെ സ്ഥാനത്ത് എന്നുള്ളതാണ് ഇൻ പ്ലേസ് ഓഫ് എന്ന് പറയുന്നത്. ബട്ടും കോൺട്രി നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ, രണ്ടും കോൺട്രാസ്റ്റ്
കോൺട്രാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ദ പോയിന്റ് റീച്ച്ഡ് ഹോം അല്ലെ, ഇത് നമ്മുടെ റൈസ് എന്ന് പറയുന്ന പോയത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ദ പോയിന്റ് റീച്ച്ഡ് ഹോം. പക്ഷേ എന്നൊരു അർത്ഥമാണ് ഇനി വേണ്ടതല്ല. ഡാഷ് വാട്ട് ഹി സോ വാസ് ഡാഷ് ഇസ് എക്സ്പെക്ടേഷൻ. പുള്ളിക്കാരൻ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായ ഒരു കാര്യമാണ് പുള്ളിക്കാരൻ കണ്ടതെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ ബട്ട് യൂസ് ചെയ്യാം, കാരണം ബട്ട് എന്ന് കോൺട്രാസ്റ്റ് ആണ് കാണിക്കുന്നത്. നമുക്ക് തെറ്റാണോ നോക്കാം. ബട്ട് വാട്ട് ഹി സോ വാസ് കോൺട്രറി ടു ഹിസ് എക്സ്പെക്ടേഷൻ അല്ലെ, കോൺട്രറി ടു ഹിസ് എക്സ്പെക്ടേഷൻ. ഇവിടെ കോൺട്രറി എന്ന് വന്നിരിക്കുന്നതില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത് അല്ലെ. ഓൺ ദ കോൺട്രറി എന്നുള്ള കോൺട്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത്. പുള്ളിക്കാരൻ പ്രതീക്ഷിച്ചതിൽ നിന്നും വളരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നത് എന്നാണ്. അപ്പൊ ആദ്യം നമുക്ക് ബട്ട് കൊടുക്കാം, കോൺട്രാസ്റ്റ് കാണിക്കാൻ. കോൺട്രറി ടു നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺട്രഡിക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഹി സോ റബ്ബർ പ്ലാന്റേഷൻ ഡാഷ് റൈസ് കൾട്ടിവേഷൻ അല്ലെ. ഒന്നിന്റെ സ്ഥാനത്ത് എന്ന് ഞാൻ പറഞ്ഞു, ഇൻ പ്ലേസ് ഓഫ്, നമ്മൾ ഒന്നിന്റെ സ്ഥാനത്ത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം, ഇൻ പ്ലേസ് ഓഫ് എന്ന് കൊടുക്കാം, ഇൻ പ്ലേസ് ഓഫ്. സോ ഇത് ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. വിത്ത് എ ലോട്ട് ഓഫ് എക്സ്പെക്ടേഷൻ ദ പോയിന്റ് റീച്ച്ഡ് ഹോം. ബട്ട് വാട്ട് ഹി സോ വാസ് കോൺട്രറി ടു ഹിസ് എക്സ്പെക്ടേഷൻ. കറക്റ്റ് ആണ്. ഹി സോ റബ്ബർ പ്ലാന്റേഷൻ ഇൻ പ്ലേസ് ഓഫ് റൈസ് കൾട്ടിവേഷൻ. റൈസ് വരേണ്ടടുത്ത് പുള്ളിക്കാരന് റബ്ബറാണ് കണ്ടത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സോ വളരെ സിമ്പിൾ ആണ് കൊഹിസീവ് ഡിവൈസുകൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് നമുക്കൊരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രാമർ പോർഷനാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഇഫ് ക്ലോസ് എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഞാൻ പറയാറുണ്ട്, നമ്മളൊരു ഉപദേശം കൊടുക്കാനാണ് നമ്മൾ ഇഫ് ക്ലോസ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. സോ ഇഫ് ക്ലോസിൽ എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ടാവും. നീ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ നടക്കും, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ നടക്കും, ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അങ്ങനെ നടക്കില്ല. എപ്പോഴും ഒരു കണ്ടീഷൻ ഉണ്ടാവും. എങ്ങനെ തിരിച്ചറിയാന്നറിയോ, ഇതിന് എപ്പോഴും 2 പാർട്ട് ഉണ്ടാവും, ഒന്ന് ഇഫ് ക്ലോസും ഒന്ന് മെയിൻ ക്ലോസും. എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർ എക്സാമ്പിൾ അല്ലേ, ഇഫ് യു സ്റ്റഡി ഹാർഡ് യു വിൽ ക്രാക്ക് ദി എക്സാം എന്ന് പറയുന്നത് ഇഫ് ക്ലോസിൽ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്. ഈ കോമ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കോമക്ക് തൊട്ട് മുന്നിലുള്ള ഇഫ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തിനാണ് നമ്മൾ ഇഫ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ കോമ കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗത്തിനാണ് നമ്മൾ മെയിൻ ക്ലോസ് എന്ന് വിളിക്കുന്നത്. പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. 3 ടൈപ്പേ ഉള്ളൂ. ടൈപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇഫ് ക്ലോസിൽ നമുക്ക് തന്നിരിക്കുന്ന വേർബ് അത് V1-ലാണെന്നുണ്ടെങ്കിൽ അതാണ് ടൈപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വേർബ് ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. ഒന്നെങ്കിൽ വിൽ, ഒന്നെങ്കിൽ ക്യാൻ, അല്ലെങ്കിൽ ഷോൾ, അല്ലെങ്കിൽ മേ. ഈ 4 ഒന്നായിരിക്കണം. മറ്റൊന്ന് ഈ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ടുള്ള വെർബും അതും V1 തന്നെ ആയിരിക്കണം. ഇതാണ് ടൈപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു ക്യാൻ ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചാൽ നിനക്കത് കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലൊരു സാധനം നോക്കിക്കോ. ഇഫ് യു വർക്ക് ഹാർഡ്, ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എന്താ, V1-ലാണ്, വെർബിന്റെ ഫസ്റ്റ് ഫോമിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നല്ലപോലെ പണിയെടുത്താൽ എന്ത് നമുക്ക് പറയാം, നിനക്ക് നല്ലപോലെ സമ്പാദിക്കാം എന്ന് നമുക്ക് പറയാം അല്ലെ. സോ യു ക്യാൻ ഏൺ വെൽ എന്ന് നമുക്ക് പറയാം അല്ലെ. ഇവിടെ ക്യാൻ എന്ന് നമ്മൾ ഈ ഒരു 4 നിന്നാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഏൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാ, V1 ആണ്. ഈ 2 കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ടൈപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവിടെ നമുക്ക് ഇഫ് ക്ലോസിൽ വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ ടൈപ്പ് നമ്പർ 2. ഇവിടെ നോക്കിയോ, ഇഫ് യു ആസ്ക് ഫോർ എ കോഫി യു കുഡ് ഗെറ്റ് ഇറ്റ്. നീ ഒരു കോഫി ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കത് കിട്ടുമായിരുന്നേനെ എന്നാണ് അവിടെ പറയുന്നത് അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇവിടെ നമ്മൾ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്, ഈ 4 ഏതെങ്കിലും ഒന്നായിരിക്കണം. മാത്രമല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബിലെ മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട, അതായത് കോമക്ക് ശേഷം വരുന്ന മെയിൻ ക്ലോസിൽ യൂസ് ചെയ്യേണ്ട വെർബും അത് V1 തന്നെ ആയിരിക്കണം. ഇവിടെ V2 ആയെന്ന് വെച്ചിട്ട് അതിന് മാറ്റമൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ നോക്കിയോ, ഇഫ് യു വർക്ക്ഡ് ഹാർഡ്, നേരത്തെ അതേ എക്സാമ്പിൾ ആട്ടോ. ഇഫ് യു വർക്ക് ഹാർഡിന്റെ അതിന്റെ V2 ഒന്നാണ്. ഇഫ് യു വർക്ക്ഡ് ഹാർഡ് ഇവിടെ V2 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, യു കുഡ് ഏൺ വെൽ. സെയിം, നമ്മൾ നേരത്തെ കൊടുത്ത അതേ സാധനം തന്നെ, യു ക്യാൻ ഏൺ വെൽ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ യു കുഡ് എന്നാണ് നമ്മൾ ഇവിടെ ഇതിൽ നിന്നാണ് ഓപ്ഷൻ എടുത്തത്. ഏണിന് മാറ്റമൊന്നുമില്ല, അതേ V1 തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി ടൈപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് അല്ലേ, ഹാഡ് പ്ലസ് V3 വരുമ്പോഴാണ്. നമ്മുടെ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വരുമ്പോഴാണ്. ഇഫ് യു ഹാഡ് ആസ്ക് ഫോർ എ കോഫി യു കുഡ് ഹാവ് ഗോട്ട് ഇറ്റ്. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. ഈ ഹാഡ് ആസ്ക്ഡ് എന്ന് പറയുന്നത് എന്താണ്, ഹാഡ് പ്ലസ് V3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻ ക്ലോസിൽ വരേണ്ട ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് കുഡ് ഹാവ്, വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് എന്ന് പറയുന്ന 4 ഓപ്ഷൻ. മാത്രമല്ല ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് V3-ലാണ് നമ്മൾ അവിടെ വെർബ് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയോ,
ഇഫ് യു ഹാഡ് ആസ് ഫോർ എ കോഫി, നീ ഒരു കോഫി ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്കത് കിട്ടുമായിരുന്നേനെ എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കുഡ് ഹാവ് ആണ്. ഗോട്ട് എന്ന് പറയുന്നത് എന്താ, V3യിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ഓപ്ഷൻ എങ്ങനെ വരും? ഇഫ് യു ഹാഡ് വർക്ക്ഡ് ഹാർഡ് എന്ന് പറയുന്നിടത്ത് എന്താ, ഇത് ഹാഡ് പ്ലസ് V3 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ നമ്മൾ യു കുഡ് ഏൺ വെൽ എന്നാ പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ യു കുഡ് ഹാവ് ഏൺഡ് വെൽ എന്നായിട്ട് മാറും. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓക്സിലറി വെർബ് ഈ 4 ഒന്നാണ് എടുത്തിരിക്കുന്നത്. ഏൺഡ് എന്ന് പറയുന്നത് V3യിലാണ് കൊടുത്തിരിക്കുന്നത്. സോ എല്ലാ കൈൻഡ് ഓഫ് ഇഫ് ക്ലോസ് ക്വസ്റ്റ്യൻസും ഈ 3 ടൈപ്പിലേ വരുള്ളൂ. സോ ഒന്ന് നമ്മൾ പഠിച്ചത് കൊഹീസീവ് ഡിവൈസുകളാണ്. അതിന് 7 ടൈപ്പാക്കി മാറ്റിയിട്ട് നമ്മൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു 7 കാറ്റഗറിയിൽ നിന്ന് നമ്മളൊരു സാധാരണഗതിയിൽ ചോദിക്കാറുള്ളൂ. ബാക്കി ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കൊഹീസീവ് ഡിവൈസ് വന്നു കഴിഞ്ഞാലേ നമുക്ക് അറിയുന്ന ഒരു 3 ടൈപ്പ് വെച്ചിട്ട് അതിനെ തട്ടിക്കളയാവുന്നേ ഉള്ളൂ. സോ നേരത്തെ നമ്മൾ ഇൻപ്ലേസ് ഓഫ് ഒക്കെ കണ്ടു, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അറിയുന്ന കോൺട്രാസ്റ്റും കോൺട്രഡിക്റ്റും ഒക്കെ വെച്ചിട്ട് അതിനങ്ങോട്ട് തട്ടിക്കളയാനേ ഉള്ളൂ. ഇഫ് ക്ലോസ് ചോദിക്കുകയാണെങ്കിൽ ഈ 3 ടൈപ്പ് എന്നേ വരുള്ളൂ. സോ നിങ്ങൾ ആ കോമ വെക്കുക, എവിടെയാണ് മെയിൻ ക്ലോസ് എവിടെയാണ് ഇഫ് ക്ലോസ് എന്ന് നോക്കുക, അവിടെ വന്നിരിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണെന്ന് നോക്കുക, അവിടെ വരുന്ന വെർബ് ഏതാണെന്ന് നോക്കുക. ഇത്രയേ ഉള്ളൂ. അതിനെ അങ്ങോട്ടൊക്കെ മാറ്റാനേ ഉള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് ഇഫ് ക്ലോസ് ആയിരിക്കും ഫില്ല് ചെയ്യാനുണ്ടാവുക, ഇഫ് ക്ലോസിലുള്ള ഏതെങ്കിലും ഒരു വെർബൊക്കെ ആയിരിക്കും ഫില്ല് ചെയ്യാനുണ്ടാവുക, അല്ലെങ്കിൽ മെയിൻ ക്ലോസിലുള്ള ഏതെങ്കിലും വെർബോ അല്ലെങ്കിൽ ഓക്സിലറി വെർബോ ആയിരിക്കും നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടാവുക. ഓക്കെ, സോ ഈ രണ്ട് ഗ്രാമർ പോർഷനും നിങ്ങളൊന്ന് നോക്കി വെച്ചേക്ക്. ചിലപ്പോൾ ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.